Yeah, my friends, നമസ്കാരം, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, അസ്സലാമു അലൈക്കും. ശാന്തം ഈശ്വരശേഷിയായിട്ട് അങ്ങനെ ഒട്ടനവധി സംബോധനകൾ നമ്മുടെയൊക്കെ ജീവിതത്തിലെ മതങ്ങളിൽ നാം കണ്ടുമുട്ടുന്നുണ്ട്, നാം ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം നാം ചിന്തിച്ചിട്ടുണ്ടാവും, നമസ്കാരം എന്നതിൽ തിരികെ നമസ്കാരം എന്ന് തന്നെ നമുക്ക് കിട്ടും. എന്നാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് ഈവനിംഗ് എന്ന് ആരും പറയില്ല, ഗുഡ് മോർണിംഗ് തന്നെ പറയും. ഗുഡ് ഈവനിങ്ങിന് ഗുഡ് നൈറ്റ് എന്ന് പറയില്ല. സംബോധനകൾ വ്യത്യസ്തമായ രീതിയിൽ വരുമ്പോൾ ക്രൈസ്തവമായ ഒരു സംബോധനയാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നത്. തിരികെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്നല്ല പറയുന്നത്. ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട്, പലരും തെറ്റിച്ച് പറയാറുണ്ട്. അത് വൈദികനായാലും സന്യസ്തനായാലും ആത്മാരായാലും മുതിർന്നവരായാലും കുഞ്ഞുകുട്ടികളായാലും പറഞ്ഞു കൊടുക്കുന്നവർ പോലും തെറ്റിച്ചാണ് പറയാറുള്ളത്. നമ്മൾ നമ്മുടെ സിനിമകളിലോട്ട് പോവുകയാണ്, മലയാള സിനിമകളിലേക്ക് പോവുകയാണെങ്കിൽ അതിലെല്ലാം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം. അതൊരു ഹൈന്ദവനാണ് തിരക്കഥാകൃത്തെങ്കിലും ഒരു മുസ്ലിമാണ് തിരക്കഥാകൃത്തെങ്കിലും കൃത്യമായ ഭാഷയിൽ തന്നെ തിരിച്ച് നമുക്ക് തരാറുണ്ട്. എങ്ങനെയാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മൾ എത്തിയെന്ന് നോക്കാം. പ്രൈസ് ദി ലോർഡ് എന്ന വേർഡിൽ നിന്നാണ് നമുക്ക് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വന്നത്. അത് പോർച്ചുഗീസുകാർക്ക് വന്നതിന് ശേഷമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈശോ മിശിഹായ്ക്ക് ഫോറിനേഴ്സൊക്കെ എങ്ങനെയാണ് കൊടുക്കുക? അല്ല, നമസ്കാരം, ഭാരതീയ രീതിയാണ് നമസ്കാരം. ആ നമസ്കാരമാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കൈ നമ്മുടെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ മറ്റേ കൈ അവൻ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, എതിര് നിൽക്കുന്ന, അല്ല മുൻഭാഗത്ത് നിൽക്കുന്ന, നമ്മൾ ആരെയാണ് സംബോധന ചെയ്യുന്ന ആ വ്യക്തിയെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഈ വിരലുകൾ ഈ വിരലോട് ചേരും. ഇങ്ങനെയല്ല നാം കൊടുക്കുന്നത്. അവരെ അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന എന്നതിൻ്റെയൊക്കെ പ്രതീകമാണ് ഈ കാണിക്കുന്നത്. അതായത് എന്നെ പോലെ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നയാളെയും സ്നേഹിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊക്കെയുള്ളതിന്റെ അടയാളമാണിത്. ഇത് തന്നെയാണ് ക്രൈസ്തവ സഭയിലെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മറുപടി നൽകുക, എന്താണ് പ്രത്യാഘാതം ചെയ്യുക, എന്താണ് അവർക്ക് തിരിച്ച് സംബോധന ചെയ്യുക? എപ്പോഴും എപ്പോഴുമാണോ? ഇപ്പോഴും എപ്പോഴുമാണോ? അപ്പോഴും ഇപ്പോഴുമാണോ? അല്ല, ഇപ്പോഴും എപ്പോഴും എന്നാണ്. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ പുസ്തകങ്ങളിൽ കാണുന്നില്ലല്ലോ. അപ്പോ എവിടെയെങ്കിലും എഴുതി വെച്ച് കാണണം. എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചത് എവിടെയാണെന്നുള്ളത് ഞാൻ പറയണമെങ്കിൽ അതിന്റെ കുറച്ച് ചരിത്രങ്ങൾ പറയേണ്ടി വരും. 1599 ഉദയൻ പേരൂർ സുനദോസ് നടത്തുന്നത്. ഉദയൻ പേരൂർ എന്ന് പറയുന്നത് ഞങ്ങളുടെ അരൂരിനടുത്താണ്, തൃപ്പൂണിത്തുറയ്ക്കടുത്താണ് ഉദയപേരൂർ. അത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമല്ല ഉദയപേരൂർ. അങ്കമാലി രൂപതയുടെ അതിരൂപതയുടെ കീഴിൽ വരുന്ന ഒരു പള്ളിയാണ്, പഴയ രൂപതയായിട്ടാണ്. അപ്പോൾ ആ രൂപതയുടെ കീഴിൽ വരുന്ന പള്ളിയാണ് ഉദയപേരൂർ. നെസ്തോറിയനിസം ഒത്തിരി ഉണ്ട് എന്ന് ധരിക്കുന്ന ആ കാലഘട്ടം പൗരസ്ത്യ സഭയായിരുന്നു ഇവിടെ. അറിയാലോ, മാർത്തോമ ക്രിസ്ത്യാനികളുടെയും നസ്രാനികളുടെയൊക്കെ കാര്യങ്ങൾ. അപ്പോ ആ മാർത്തോമ സുറിയാനികളൊക്കെ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അന്ത്യോക്യയും അതുപോലെ തന്നെ പൗരസ്ത്യ പാത്രിയാർക്കീസിൽ നിന്നാണ് അവര് ഓരോ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും. അതിനുശേഷം 14ാം നൂറ്റാണ്ടോടുകൂടിയാണ് ലത്തീൻ സഭ ശരിയായ രീതിയിൽ ഇവിടെ വരുന്നത്. ആരിലൂടെ? പോർച്ചുഗീസുകാരിലൂടെയാണ് നമ്മുടെ ലത്തീൻ സഭ ഇവിടെ വേരൂന്നിയതും പടർന്ന് പന്തലിച്ചതും.
ഗോവൻ മെത്രാപ്പൊലിത്തയായ ഡോൺ അലക്സിസ് മെനേസിസ് എന്ന് പറയുന്ന മെത്രാപ്പൊലിത്തയാണ് ക്രൈസ്തവരെ ഒന്നിപ്പിക്കാൻ, ഒരുമയാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് വിടുന്നത്. അദ്ദേഹമാണ് ഉദയംപേരൂർ സിനോദോസ് നടക്കുന്നതിന്റെ കാരണം. അദ്ദേഹം ഓരോ ഇടവകളിലും കത്തനാരെയും മൽപ്പാന്മാരെ വെച്ച് ആ പള്ളിയിലുള്ള ഉപദേശിയെ പോലെ തന്നെയാണ് മൽപ്പന്മാര്. അപ്പൊ അവരെ എല്ലാവരെയും അതുപോലെ തന്നെ പ്രമാണികള് അവരെയൊക്കെ കണ്ട് ആണ് ഇത് സംസാരിച്ചു. അങ്ങനെ ഉദയംപേരൂർ സിനോദോസിന് വേണ്ടി ഒത്തുകൂട്ടി. ഇപ്പൊ കേരളത്തിൽ ഇത്രയധികം സ്ഥലമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഉദയംപേരൂർ തന്നെ എടുത്തതെന്ന് പറയുന്നത്? ഫോർട്ട് കൊച്ചിയും ഉദയംപേരും തമ്മിലുള്ള അകലമാണ് ഉദയംപേരൂർ സെലക്ട് ചെയ്യേണ്ട കാരണം. കാരണം ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് പോർച്ചുഗീസ് പട്ടാളങ്ങളുടെ താവളം ആയ സ്ഥലമാണ്. അപ്പോ ഉദയംപേരൂർ സെലക്ട് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോ ഇവര് നമ്മുടെ പോർച്ചുഗീസുകാര് ഉദയംപേരൂർ എന്ന് വ്യക്തമായി പറയാത്ത ഡൈംബർ കൗൺസിൽ എന്നാണ് പറഞ്ഞത്. ഉദയംപേരൂരെ പറ്റി ഒരു ക്ലിയർ പിക്ചർ ഞാൻ തരാം. അപ്പോ അതിനെപ്പറ്റി വിശദമായി പോകുന്നില്ല. ഉദയംപേരൂരിലെ ജൂൺ 1599 ജൂൺ 20 മുതൽ 26 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കൗൺസിൽ നടന്നത്. ആ കൗൺസിലിന് ആ കോരിച്ചൊരിയുന്ന മഴയുടെ സമയം എടുത്തതിന് കാരണവും ഈ ചില കാര്യങ്ങളെ കൊണ്ട് തന്നെയാണ്. എങ്കിലും ആ ദിവസങ്ങളിൽ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, കാലാവസ്ഥയായിരുന്നു ഉദയംപേരൂർ സിനോദോസിൽ നടന്നത്. അന്ന് 200ഓളം തീരുമാനങ്ങൾ ഡിഗ്രീസ് എടുത്തു. 260 എന്ന് പറയുന്ന ചരിത്രമുണ്ട്, എങ്കിൽ തന്നെ 200-ലധികം. ആ തീരുമാനങ്ങളിൽ 20ാമത്തെ തീരുമാനമാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തിരിച്ച് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നുള്ളത്. അപ്പൊ മനസ്സിലായല്ലോ, എഴുതി വെച്ചിട്ടുള്ളത് തന്നെയാണ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇനി ആരും തെറ്റിക്കരുത്. വൈദികരായാലും സന്യസ്തരായാലും ആത്മാരായാലും കുട്ടികളായാലും മുതിർന്നവരായാലും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്നാവണം അതിന്റെ അർത്ഥം. അടുത്ത സബ്ജക്റ്റുമായി അടുത്ത ദിവസം വരാം. എല്ലാവരുടെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹങ്ങളാണ്. ബൈ ഡേസ്.